ഹേ ഗൈസ്, എല്ലാവർക്കും ജോബിലുള്ള ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പേപ്പർ ബോളാണ്. പേപ്പർ ബലൂൺ എന്നും പറയും. നമ്മളിവിടെ പേപ്പർ ബോൾ എന്നാണ് പറയുന്നത്. അത് പേപ്പർ ബലൂണെന്നും ബോളെന്നും പറയാൻ കാരണമുണ്ട്. കാരണം അത് നമുക്ക് നോർമൽ ബലൂൺ വീർപ്പിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് വാ വെച്ച് ഊതി വീർപ്പിക്കാനും പറ്റും. അത് നമ്മളിന്ന് പേപ്പർ വെച്ച് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മുടെ തീരെ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ പേപ്പർ ബോൾ അഥവാ പേപ്പർ ബലൂൺ നമ്മൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇവിടെ ഒരു വൈറ്റ് A4 ഷീറ്റാണ്. നിങ്ങൾക്ക് കളർ പേപ്പറും യൂസ് ചെയ്യാം. കളർ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കണ്ട. ഇങ്ങനത്തെ A4 ഷീറ്റ് വൈറ്റ് കളർ എടുത്താലും മതി, സീനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ട്രയാങ്കിൾ പോലെ ഇങ്ങോട്ടൊന്ന് മടക്കണം. കറക്റ്റ് എഡ്ജ് നോക്കി മടക്കണേ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ട്രയാങ്കിൾ പോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ എക്സസ് വരുന്ന ഈ ഒരു പീസ് നമ്മൾ ഫുൾ കട്ട് ചെയ്ത് കളയണം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ എക്സസ് വന്ന പീസെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെയും ആയിട്ട് ലൈൻ ഉണ്ടാക്കണം. ഇങ്ങനെ ലൈൻ ഉണ്ടാക്കണം, എക്സ് മാർക്ക് പോലെ. നമുക്ക് ഓൾറെഡി ഇവിടെ ഇങ്ങനെ മടക്കിയ ഒരു ലൈൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി ഇങ്ങനെ ഡയമണ്ട് പോലെ പിടിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് മടക്കുക. അപ്പം നമ്മൾ പറഞ്ഞ പോലെ എക്സ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ സ്ക്വയർ പോലെ പിടിച്ചിട്ട് നമ്മൾ നേരെ നടുക്കോട്ട് ഇങ്ങനെ ഹാഫായിട്ട് നമ്മളിങ്ങനെ മടക്കുക. ഓക്കെ, അപ്പം നടുക്കും ഇങ്ങനെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മൾ ഇതേപോലെ ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇങ്ങോട്ടും ഇതേപോലെ അങ്ങ് മടക്കുക. എന്നിട്ട് നോർമൽ ഒരു ഡബിൾ സൈഡ് ട്രയാങ്കിൾ പോലെ നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ ഈ പീസ് വിട്ടിരിക്കണം. ഈ ഒരു സൈഡിൽ ഈ ഒരു പീസ് എടുത്ത് നമ്മൾ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം. ഓക്കെ, നമ്മൾ രണ്ട് സൈഡിലും അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു എഡ്ജ് എടുത്തിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ട്രയാങ്കിൾ പോലെ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക, വീഡിയോയിൽ കാണിക്കുന്ന പോലെ. ഓക്കെ, രണ്ട് സൈഡും മടക്കണേ. എന്നിട്ട് അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ തന്നെ ചെയ്യണം. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് ഈ സൈഡല്ല, ഈ തുറന്നു നിൽക്കുന്ന ഈ സൈഡിൽ നമ്മൾ ഒന്ന് ഇങ്ങോട്ടേക്ക് മടക്കണം. ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് മടക്കുക. എന്നിട്ട് ഇവിടെ ചെറിയ ഹോള് പോലെ കാണും, അതിനകത്തോട്ട് നമ്മൾ ഇത് ഇറക്കി കൊടുക്കുക. അതേപോലെ ഈ രണ്ട് സൈഡിലും ചെയ്യുക. അതുപോലെ ഇപ്പൊ ഈ ചെയ്ത പോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ പേപ്പർ ബോൾ റെഡി ആയിട്ടുണ്ട്.
ഇനി കണ്ടില്ലേ, ഇനി നമ്മൾ അടിയിലല്ല മുകളിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഹോള് കാണും, അവിടേക്ക് നമ്മൾ ഊതി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി പേപ്പർ ബോളാവും. ഇത് വെച്ച് നമുക്ക് കളിക്കുകയും ചെയ്യാം. കൂടത്തി പോക്കറ്റിൽ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ മടക്കി പോക്കറ്റിൽ വെക്കാനും കഴിയും. ആവശ്യമുള്ളപ്പോൾ നമുക്കിങ്ങനെ ഊതി വീർപ്പിക്കാനും പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതുവരേക്കും ഇറ്റ്സ് മീ ജോസ് ബെൻഷിജോ സൈനിങ് ഓഫ്.